സീറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. റോമൻ കത്തോലിക്ക പള്ളികൾക്ക് ബാധകമായ കാനോൻ നിയമപ്രകാരവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചട്ടപ്രകാരം കൂടിയാലോചനകൾ നടത്തിയുമാണ് ഭൂമി ഇടപാട് നടന്നതെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നൽകിയ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. ഇടപാടിനെ സംബന്ധിച്ച് സമർപ്പിച്ച പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനം സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. മറ്റൂരിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വായ്പ എടുക്കാനുള്ള തീരുമാനവും വായ്പ തിരിച്ചടയ്ക്കുന്നതിന് ഭൂമി വിൽക്കാനുള്ള തീരുമാനവും സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന ആരോപണം തെറ്റാണെന്ന് സർക്കാർ അറിയിച്ചു. കത്തോലിക്ക പള്ളികൾക്ക് ബാധകമായ കാനോൻ നിയമപ്രകാരവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചട്ടപ്രകാരമുള്ള കൂടിയാലോചനകളും നടത്തിയിരുന്നു. ഫിനാൻസ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സഭയുടെ 3 ഭരണസമിതിയിലും ചർച്ചകൾ നടന്നിരുന്നു. ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വായ്പ തിരിച്ചടവിന് സഭ വിറ്റ ഭൂമിക്ക് സെന്റിന് 9 ലക്ഷം രൂപയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ലഭിച്ചത് 2.43 ലക്ഷം രൂപ മുതൽ 10.75 ലക്ഷം രൂപ വരെയാണ്. 36 പേരാണ് ഭൂമി വാങ്ങിയത്. ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറ്റം ചെയ്തത്. നിയമവിരുദ്ധമായ ഒരു പണമിടപാടും നടന്നിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായും സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി 83 പേരിൽ നിന്ന് മൊഴിയെടുത്തതായും 53 രേഖകൾ ശേഖരിച്ചതായും സർക്കാർ വ്യക്തമാക്കി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് റദ്ദാക്കണമെന്ന കർദിനാളിന്റെ ഹർജി പരിഗണിക്കുന്നത്. ഷെക്കീന ന്യൂസ്, ദില്ലി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട സീറോ മലബാർ സഭാ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സഭാധ്യക്ഷനെയും സഭയെയും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒരു വിഭാഗം നടത്തുന്ന ശ്രമങ്ങൾ സത്യവിരുദ്ധമാണെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സഭാധ്യക്ഷനും സഭയ്ക്കുമെതിരെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒട്ടേറെ അപകീർത്തിപരമായ പ്രചാരണങ്ങളും അവഹേളന ശ്രമങ്ങളുമാണ് നടന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സാ സൗകര്യമുള്ള മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന സതുദ്ദേശത്തോടെ മാർ ജോർജ് ആലഞ്ചേരിയുടെ ശ്രമങ്ങളെയാണ് തൽപരകക്ഷികൾ ദുരാരോപണത്തിലൂടെ തകർക്കാൻ ശ്രമിച്ചത്. ഇതിനായി നടന്ന വസ്തുവിൽപ്പനയെ ക്രിമിനൽ കുറ്റവും സഭാധ്യക്ഷനെ കുറ്റവാളിയുമാക്കി ചിത്രീകരിക്കാൻ നടന്ന ശ്രമങ്ങൾക്കാണ് സർക്കാരിന്റെ കണ്ടെത്തലുകൾ തിരിച്ചടിയായത്. ഭൂമി ഇടപാട് സംബന്ധിച്ച് ഒട്ടേറെ വ്യവഹാരങ്ങളിലേക്കാണ് സഭയെ വലിച്ചിഴച്ചത്. തുടർന്ന് എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പോലീസ് അന്വേഷണത്തിലാണ് ഭൂമി ഇടപാടിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന് കണ്ടെത്തിയത്. പണം കൈമാറ്റം ചെയ്തതിലോ വിൽപ്പനയ്ക്ക് സ്വീകരിച്ച നടപടികളിലോ നിയമാനുസൃതമല്ലാത്ത ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചട്ടപ്രകാരമുള്ള കൂടിയാലോചനകൾ നടന്നതായും ഫിനാൻസ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സഭയുടെ 3 ഭരണസമിതികളും ചർച്ച ചെയ്തിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യങ്ങൾ സംശയത്തിന്റെ നിഴലിലാവുകയാണ്. ഷെക്കീന ന്യൂസ്, കൊച്ചി.